അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് എ രാജ എം.എൽ.എ. കാന്തല്ലൂരിൽ വെള്ളിയാഴ്ച മുങ്ങി മരിച്ച 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മറയൂർ CHCയിൽ വെച്ച് നടത്തണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ടീമിനെ നിശ്ചയിച്ച് ശനിയാഴ്ച രാവിലെ അടിമാലിയിൽ നിന്നും മെഡിക്കൽ ടീം മറയൂരിലേക്ക് പോയതെന്ന് എം.എൽ.എ. മൂന്നാറിൽ പറഞ്ഞു. രാഷ്ട്രീയ മുതലെടുപ്പിനായി വിഷയത്തിൽ ചിലരുടെ നാടകമാണ് ഇന്നലെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്നതെന്നും എ രാജ എം.എൽ.എ. കുറ്റപ്പെടുത്തി. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മൂവിൽക്കടവിൽ 2 ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ കുളിക്കാൻ പോയ സ്ഥലത്ത് മരണപ്പെടുകയുണ്ടായി. വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള 2 കുട്ടികളാണ്. നാടിൻ്റെ പൊതുവികാരം എന്നുള്ള നിലയ്ക്ക് അവിടെ ഈ മരിച്ച കുട്ടികളെ മറയൂർ CHC മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് തീരുമാനിക്കുകയും ഞാൻ തന്നെ ജില്ലാ കളക്ടറോടും DMOയോടും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു മെഡിക്കൽ ടീമിനെ അവർ നിശ്ചയിച്ച് അത് മറയൂരിലേക്ക് അയച്ചുവിട്ടത്. ഇതുപോലെ ഇതിനു മുമ്പും പല കേസുകളിലും ഇങ്ങനെ പ്രത്യേകമായി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അടിമാലിയിൽ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്, അടിമാലിയിൽ അവിടെ മരിച്ചു കിടക്കുന്ന ആളെ പോസ്റ്റ്മോർട്ടം ചെയ്യണം, എല്ലാവർക്കും ഒരു തർക്കമില്ല. പക്ഷേ അടിമാലിയെ സംബന്ധിച്ചിടത്തോളം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു ദിവസം 1000 മുതൽ 1300ഓളം ആളുകൾ OPയിലേക്ക് എത്തുകയാണ്. OPയിൽ അവർ ഡോക്ടർമാർ മറ്റ് രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഉള്ള ഡോക്ടർമാർ. അത് കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് അവിടെ ചില ആളുകൾ രാഷ്ട്രീയ വൈരാഗ്യം പിടിക്കുന്നതിന് ആവശ്യമായിട്ട് അവിടെ വന്നിട്ട് ചില നാടകം കളിക്കുന്നതാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ അവർ ഡോക്ടർമാരില്ല, ആശുപത്രി മോശമാണ് എന്നുള്ള നിലയ്ക്കെല്ലാം അവിടെ ഇന്ന് കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ മറയൂർ കാന്തല്ലൂരിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ കണക്ക് അവർ യാത്ര ചെയ്യേണ്ടതായിട്ടാണ്.